സ്നേഹമുള്ളവരെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. മഞ്ഞും മഴയും ആകാശത്തു നിന്ന് വരുന്നു, അത് തിരികെ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, സസ്യങ്ങൾ മുളപ്പിക്കുന്നു, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും തരുന്നു. അതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഓരോ തിരുവചനങ്ങളും. അത് ഫലരഹിതമായി തിരിച്ചു പോകുകയില്ല. ദൈവം പറഞ്ഞ കാര്യം അത് വിജയപ്രദമാക്കുക തന്നെ ചെയ്യും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് ഗുരുവേ ഞങ്ങൾ കനിയണമേ എന്ന് വിളിച്ചു പറയുന്നു. ഈ പഴയ നിയമകാലത്ത് കുഷ്ഠരോഗിയൊക്കെ പാളയത്തിന് പുറത്താണ്. അവർക്ക് കഴിക്കാനൊരു പാത്രം, കിടക്കാനൊരു സ്ഥലം, ഉദക്കാനൊരു പുതപ്പ്. അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് വേണം പോകാൻ, ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ അശുദ്ധനാണ്. അവരുടെ കുഷ്ഠം മാറിയിട്ടുണ്ടെങ്കിൽ അവർ പുരോഹിതനെ കാണിച്ച് സാക്ഷ്യപത്രം വാങ്ങണം. എന്നാലേ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് 10 കുഷ്ഠരോഗികൾ അകലെ നിന്ന് പറയുകയാണ് ഞങ്ങൾ കനിയണമേ. അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതരെ കാണിക്കുക. കുഷ്ഠം മാറട്ടെ എന്ന് പറഞ്ഞില്ല, സൗഖ്യമാകുമെന്ന് പറഞ്ഞില്ല. അവർക്ക് പോകാം, പോകാതിരിക്കാം. എന്നാൽ 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ അഭികാമ്യമായ, തേനിനെയും തേൻകട്ടയേക്കാളും മാധുര്യമേറിയ ഈശോയുടെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കിൽ, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ കുഷ്ഠരോഗികൾ അവിടുന്ന് യാത്രയാണ്. അവരവിടം വരെ എത്തേണ്ടി വന്നില്ല. വിശുദ്ധ ബൈബിൾ പറയുന്നു, അവർ പോകുന്ന വഴിയിൽ തന്നെ സൗഖ്യമായി. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈശോയിലും ഈശോയുടെ വായിൽ നിന്ന് പുറപ്പെട്ട ജീവൻ തുടിക്കുന്ന സത്യവചനത്തിൽ ദൈവം കൂടെ ഉണ്ടെന്നേ. ദൈവം അനുഗ്രഹിക്കട്ടെ.